ഹായ് ഫ്രണ്ട്സ്, ഇന്ന് സുമ എഴുതിയിരിക്കുന്ന ഒരു മെയിലാണ് ഞാൻ വായിക്കുന്നത്. മാഡം, എൻ്റെ പേര് സുമ. എനിക്ക് 45 വയസ്സുണ്ട്. ഭർത്താവിന് 48 വയസ്സ്. ഓട്ടോ ഡ്രൈവറാണ്. എനിക്ക് 2 പെൺമക്കളാണുള്ളത്. അവിടെ 2 പേരുടെയും കല്യാണം ഏകദേശം 1 വർഷം മുമ്പ് ഏകദേശം ഒരേ കാലയളവിൽ കഴിയുകയും ചെയ്തു. 2 പെൺകുട്ടികളുടേതും പ്രേമവിവാഹമായിരുന്നു. ഞാനും ഭർത്താവും കണ്ട് ഇഷ്ടപ്പെട്ട് കല്യാണം കഴിച്ചതാണ്. അദ്ദേഹത്തിന് അന്നും ഓട്ടോ ഓടിക്കുന്നതായിരുന്നു തൊഴിൽ. സൗന്ദര്യം കണ്ടു തന്നെയാണ് ഞാൻ പ്രണയിച്ചത്. എന്നെ അദ്ദേഹം കണ്ട് ഇഷ്ടപ്പെട്ട് കല്യാണം കഴിച്ചതാണ്. അതുകൊണ്ട് തന്നെ പെൺമക്കളുടെ പ്രണയത്തിന് ഞങ്ങളെതിരല്ലായിരുന്നു. എല്ലാം നോക്കിയും കണ്ടുമൊക്കെയാണ് അവർ പ്രണയിച്ചത്. അങ്ങനെ ആ 2 കല്യാണവും പ്രതീക്ഷിച്ചതിലും വേഗം നടക്കുകയും ചെയ്തു. ഭർത്താവും ഞാനും തമ്മിൽ ഏകദേശം 5 വർഷമായിട്ട് കാര്യമായ ഒരു പ്രണയബന്ധം പോലുമില്ല. കാരണം അദ്ദേഹത്തിന് വയ്യ എന്ന് പറയും. പിന്നെ പെൺകുട്ടികളും വലുതായല്ലോ, എപ്പോഴും അവർ വീട്ടിലുണ്ട്. വലിയ ചുറ്റുപാടൊന്നും വീട്ടിലില്ലാത്തത് കൊണ്ട് ഞങ്ങൾ അഡ്ജസ്റ്റ് ചെയ്താണ് ജീവിച്ചിരുന്നത്. ഒരിക്കലും ഞാനും ഭർത്താവും തമ്മിൽ എന്തുകൊണ്ടാണ് ഞങ്ങൾ അകന്നത് എന്ന കാര്യത്തെക്കുറിച്ച് ഒരിക്കലും പറഞ്ഞിട്ടില്ല. അദ്ദേഹത്തിന് വേറെ ബന്ധമൊന്നുമില്ല. താല്പര്യം നഷ്ടമായതുപോലെയാണ് പെരുമാറിയത്. അതേപോലെ തന്നെ എനിക്കും മറ്റ് ചിന്തകളൊന്നുമില്ല. സ്വാഭാവികമായി കല്യാണത്തിൽ അങ്ങനെ സംഭവിക്കുമല്ലോ, അതുതന്നെയാണെന്ന് ഞാനും കരുതി. പിന്നെ അതിനെക്കുറിച്ച് ചിന്തിച്ചുമില്ല. പിള്ളേരുടെ 2 പേരുടെയും കല്യാണം കഴിഞ്ഞു. 2 പേരെയും മറ്റ് ഡിസ്ട്രിക്റ്റിലാണ് കല്യാണം കഴിച്ചത്. അതുകൊണ്ട് തന്നെ അവർക്ക് എപ്പോഴും വരാൻ പറ്റില്ല. വല്ലപ്പോഴും എങ്ങാനും വരും, അത്രേ ഉള്ളൂ. 2 പെൺകുട്ടികളും കൂടെ കലവില കാണിച്ച് കൂടെ ഉണ്ടായിരുന്നപ്പോൾ എനിക്കത്ര വലിയ പ്രശ്നമൊന്നും തോന്നിയില്ല. അവരെങ്ങ് പോയി കഴിഞ്ഞ് രാവിലെ ഭർത്താവ് ഇറങ്ങിപ്പോകും. രാത്രി 10 മണിയാവും വരാൻ. അപ്പോഴേക്കും എനിക്ക് ബോറടിച്ച് തുടങ്ങി. ഇനി എന്താ ചെയ്യുക? ജീവിതത്തിൽ ഒന്നുമില്ല. ഇത്രയും നാൾ പിള്ളേരുണ്ടായിരുന്നുകൊണ്ട് എനിക്ക് പ്രശ്നമൊന്നും തോന്നിയില്ല. അപ്പോഴാണ് ഭർത്താവ് എന്നോട് അടുക്കാത്തതിൻ്റെയും അകന്നു നിൽക്കുന്നതിൻ്റെയും ഒക്കെ പ്രശ്നം എനിക്ക് മനസ്സിലായത്. വേറൊന്നും വേണ്ട, നല്ല രീതിയിൽ സംസാരിക്കുക, സ്നേഹത്തോടുകൂടി പെരുമാറുക, ഇതൊക്കെ വേണമല്ലോ. അപ്പോൾ ഞാൻ ഹസ്ബൻഡിനോട് കുറച്ചുകൂടി ഒന്ന് അടുത്ത് പെരുമാറാൻ ശ്രമിച്ചു. അപ്പോൾ പുള്ളി എന്നെ കുറ്റപ്പെടുത്തുകയാണ് ചെയ്തത്. പിള്ളേർ 2 പേരും കൂടെ വീട്ടിൽ നിന്ന് ഇറങ്ങിപ്പോയപ്പോഴേ നിനക്ക് വിഷമൊക്കെ പോയി, ഇപ്പോൾ ഇളക്കം തുടങ്ങിയെന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞു, എന്തിളക്കം? പണ്ട് നിങ്ങൾ എന്നെ കണ്ടിട്ടിളകി, ഞാൻ നിങ്ങളെ കണ്ടു ഇളകി. അന്നൊക്കെ നിങ്ങൾക്ക് വലിയ ആവേശമായിരുന്നല്ലോ. ഇപ്പോൾ പിള്ളേരുണ്ടായിക്കഴിഞ്ഞ് ഇത്രയും വർഷമായപ്പോൾ നിങ്ങളെല്ലാം അങ്ങ് നിർത്തി. ഞാൻ ഒരു അക്ഷരം മിണ്ടില്ലല്ലോ. അത് കഴിഞ്ഞ് പിള്ളേരൊക്കെ പോയി. ഇപ്പോൾ നിങ്ങളുടെ അടുത്തേക്ക് ഞാൻ വന്നത് വലിയ മല പോലെ എന്തെങ്കിലും പ്രതീക്ഷിച്ചൊന്നുമല്ല. ഒരു സ്നേഹം, കുറച്ചു നേരമുള്ള സംസാരം, എനിക്കിവിടെ ഇരുന്ന് ബോറടിക്കുന്നു എന്ന് പറഞ്ഞപ്പോഴേക്കും ഭർത്താവ് പറഞ്ഞു, കിളവിയായെന്ന് നീ മനസ്സിലാക്കണം. കിളവി 18 വയസ്സുകാരികളെ പോലെ പെരുമാറാൻ പാടില്ല എന്ന് പറഞ്ഞു. എനിക്കത് കേട്ടപ്പോൾ ദേഷ്യം വന്നു. ഞാൻ പറഞ്ഞു, ഞാൻ കിളവിയൊന്നും ആയിട്ടില്ല. 45 വയസ്സെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എല്ലാം നിർത്താനുള്ള പ്രായമല്ല, 48ഉമല്ല. എനിക്ക് നല്ല സംശയമുണ്ട് നിങ്ങൾക്ക് ആരുമായ ബന്ധമുണ്ട്. അതുകൊണ്ടാണ് നിങ്ങൾ എന്നെ മൈൻഡ് ചെയ്യാത്തതെന്ന്. അത് പറഞ്ഞ് ഞാനും ഭർത്താവും കൂടെ വലിയ വഴക്കായി. അവസാനം ഭർത്താവിനോട് ഞാൻ പറഞ്ഞു, മിടുക്കനാണെങ്കിൽ തെളിയിച്ച് കാണിക്ക്, നിങ്ങൾക്കിപ്പോഴും പഴയ കരുത്തുണ്ടെന്ന്. ഇല്ലെങ്കിൽ എല്ലാം നഷ്ടപ്പെട്ടതായിട്ട് ഞാൻ കരുതും. ആണത്തമില്ലാത്തൊരുത്തനാണ് നിങ്ങൾ എന്നാണ് എനിക്ക് തോന്നുന്നത്. ആണത്തം പോയി കാണും. കണ്ട ഉള്ളുമാരുടെ കൂടെ ഒക്കെ നടന്ന് എന്തെങ്കിലും അസുഖം പിടിപ്പിച്ച് കാണും. ഇല്ലെങ്കിൽ ലഹരി വസ്തുക്കൾ മറ്റും ഉപയോഗിച്ച് എല്ലാം പോയി കാണും എന്നൊക്കെ പറഞ്ഞ് ഞാൻ വലിയ വഴക്കായിരുന്നു. അപ്പോൾ ഭർത്താവ് എന്നോട് തിരിച്ച് എന്തൊക്കെയോ പറഞ്ഞു. അത് കഴിഞ്ഞിട്ട് പുറത്തിറങ്ങിപ്പോയി. അന്ന് പിന്നീട് ഞാൻ ഒന്നും മിണ്ടില്ല മാഡം. രാത്രി വന്നു കഴിഞ്ഞപ്പോഴേക്കും എൻ്റെ അടുത്ത് വന്നു. ഞാൻ വെറുതെ പാളി നോക്കി. പെട്ടെന്ന് എന്നെ പുള്ളിക്കാരൻ പിടിച്ചു വലിച്ചു. നിങ്ങളിതെന്തോന്നാണ് കാണിക്കുന്നത് എന്ന് ചോദിച്ചു കഴിഞ്ഞപ്പോഴേക്കും പുള്ളി ഒന്നും മിണ്ടിയില്ല. മിണ്ടരുതെന്ന് പറഞ്ഞു. പക്ഷേ അത് കഴിഞ്ഞപ്പോൾ പഴയ ബ്ലാക്ക് ആൻഡ് വൈറ്റ് പടങ്ങളൊക്കെ കാണുന്ന പോലെ മഹേശ്വരി വാതിൽ തുറക്കൂ എന്നൊക്കെയുള്ള രീതിയിലായിരുന്നു പുള്ളിയുടെ പെരുമാറ്റം. അതായത് എൻ്റെ സമ്മതമൊന്നുമില്ലാതെ എന്നെ വരച്ചഴിച്ച് കൊണ്ടുപോയി. എന്നിട്ട് വലിയ ബലപ്രയോഗങ്ങൾ. ഇതിൻ്റെ ഒന്നും ആവശ്യമില്ല, ഞാൻ തയ്യാറാകുമായിരുന്നു. പക്ഷേ മൽപ്പിടുത്തമായിരുന്നു പുള്ളിയുടെ ഉദ്ദേശം. അപ്പോൾ ഞാൻ എതിർത്ത് കഴിഞ്ഞപ്പോൾ പുള്ളിക്ക് വീര്യം കൂടിയതേയുള്ളൂ. എന്നിട്ട് മാഡം, ഒന്നും പറയേണ്ട കാര്യമില്ല. അന്ന് മൂലം പൂരാടമാക്കിയെന്ന് പറയാം. അതും ബലപ്രയോഗമായിരുന്നു മുഖ്യ കർമ്മം. അതിൻ്റെ അവസാനമായി കഴിഞ്ഞപ്പോഴേക്കും പുള്ളിക്ക് വളരെ ത്രില്ലായിരുന്നു. ഞാനും അത് കുറച്ച് കഴിഞ്ഞപ്പോൾ ആസ്വദിക്കാൻ തുടങ്ങി. അവസാനമായി കഴിഞ്ഞപ്പോഴേക്കും ഞാനും അയ്യോ എന്നൊക്കെയുള്ള രീതിയിൽ ശബ്ദമുണ്ടാക്കി അങ്ങ് ആസ്വദിച്ച് പുള്ളിയുടെ ഇഷ്ടത്തിന് നിന്ന് കൊടുത്തു. അപ്പോൾ എനിക്കും പുള്ളിക്കും നല്ല സാറ്റിസ്ഫാക്ഷനായി. അപ്പോഴാണ് എനിക്ക്
എനിക്കൊരു കാര്യം മനസ്സിലായത്. പണ്ടത്തെ പോലെ കൊഞ്ചിക്കൊഴിഞ്ഞ് ചേട്ടാ എന്നൊക്കെ പറഞ്ഞ് ആ വാ എന്നുള്ള രീതിയിലായി കഴിഞ്ഞാൽ ഒന്നും രസമില്ല. വെറൈറ്റി വേണം. വെറൈറ്റി പിടിച്ചു കഴിഞ്ഞപ്പോൾ പുള്ളിയും നല്ല കരുത്തനായി. ഒരു കുഴപ്പമില്ല, ആനക്കൊമ്പൻ തന്നെ എന്നെൻ്റെ മനസ്സ് പറഞ്ഞു. അവസാനം പുള്ളി എന്നോട് ചോദിച്ചു, എനിക്കെന്തെങ്കിലും കുഴപ്പമുണ്ടോടി? ഞാൻ പറഞ്ഞു, ഒരു കുഴപ്പമില്ല. ഇത്രയുമൊക്കെ ഒതുക്കി വെച്ചിട്ട് നിങ്ങൾ എന്താ മനുഷ്യ ഇപ്പം കാണിച്ചത് എന്ന് ചോദിച്ചു. അപ്പോൾ പുള്ളി പറഞ്ഞു, എനിക്കറിയില്ല, ഒരു കാലഘട്ടം വന്നപ്പോൾ ആകെ മടുപ്പായി. ഒരു വെറൈറ്റിയുമില്ല, സാധാരണ രീതിയിലായിപ്പോയി. പിന്നെ കുട്ടികളും വളർന്നില്ലേ, എനിക്ക് എന്തോ ഒരു പ്രശ്നം. എന്നാലും നിങ്ങൾക്ക് ഇത്രയും വെറൈറ്റിയൊക്കെ അറിയാമായിരുന്നെങ്കിൽ എന്തുകൊണ്ട് ഇത്രയും വർഷം നിങ്ങൾ മറച്ചു വെച്ചു? ഒന്നും ഞാൻ മറച്ചു വെച്ചില്ല. നിനക്ക് പ്രണയം പോലെയുള്ള ബന്ധമല്ല ഇഷ്ടം. എനിക്ക് സത്യം പറഞ്ഞാൽ കുറേ കാലം കഴിഞ്ഞപ്പോഴേക്കും കുറച്ച് ഇത്തിരി ബലപ്രയോഗങ്ങളൊക്കെ ഇഷ്ടമായി തുടങ്ങി. നിന്നോട് പറഞ്ഞാൽ നീ സമ്മതിക്കില്ലെന്ന് കരുതിയാണ് ഞാനൊന്നും മിണ്ടാതിരുന്നത്. ഇഷ്ടങ്ങൾ പലപ്പോഴും മാറി മറിയുമല്ലോ. വീഡിയോസൊക്കെ ഞാൻ ഇടയ്ക്കിടയ്ക്ക് കാണുന്നുണ്ടായിരുന്നു. അതായിരുന്നു എൻ്റെ ആശ്വാസം. അങ്ങനെ ഞങ്ങൾ പലതും പറഞ്ഞു വന്നു കഴിഞ്ഞപ്പോഴേക്കും ഞങ്ങൾക്ക് മനസ്സിലായി, ദാമ്പത്യത്തിൽ പല കാര്യങ്ങളും നമ്മൾ തുറന്നു പറയണം. പിന്നെ ചുറ്റുപാടുകളും സാഹചര്യം കൊണ്ട് പല നിയന്ത്രണങ്ങളും ഉണ്ടാകും. അതൊക്കെ മറികടക്കണമെങ്കിൽ എപ്പോഴും സംസാരിച്ച് പലവിധ ഐഡിയകളും രൂപീകരിച്ച് മുന്നോട്ട് പോയെങ്കിൽ മാത്രമേ എപ്പോഴും ഒരു ഗുമ്മ നിലനിർത്താൻ പറ്റൂ. എന്തായാലും അത് കഴിഞ്ഞതിൽ പിന്നെ ഞങ്ങൾ രണ്ടുപേരും കൂടെ വെറൈറ്റി തന്നെയായിരുന്നു. മക്കളില്ലല്ലോ. വർഷങ്ങൾക്ക് മുന്നേ പുള്ളിയെ പ്രോത്സാഹിപ്പിക്കാൻ വേണ്ടിയിട്ട് ഏട്ടാ, എൻ്റെ പൊന്നേട്ടാ, എൻ്റെ കരിങ്കുട്ട എന്നൊക്കെ ഞാൻ പറയുമായിരുന്നു. പക്ഷെ പിന്നീട് അതെല്ലാം ഇല്ലാതായി. നിശബ്ദതയിൽ മാത്രമായിരുന്നു ബന്ധം. ഇപ്പോൾ ഞാൻ പിന്നെയും എൻ്റെ കരിവീര എന്ന് പറയുന്ന അവസ്ഥയിലായി. അലറുകയും ഞെട്ടുകയും പിന്നെ ഉദ്ഘോഷിക്കുകയും കുരവയിടുകയും ഒക്കെ ഞാൻ ചെയ്തു. ഭർത്താവിനത് ഒത്തിരി ഇഷ്ടമായി. മോളെ, എൻ്റെ ചക്കര എന്നൊക്കെ ഭർത്താവ് ഇപ്പോഴാണ് എന്നെ വിളിക്കുന്നത്. ചുരുക്കം പറഞ്ഞാൽ ഞങ്ങൾ പിന്നെയും ചെമ്പടത്ര താളം തുടങ്ങി. വർഷങ്ങളായി മുടങ്ങിക്കിടന്ന പൂരം ഇപ്പോഴിതാ പിന്നെയും പുനരുജ്ജീവിപ്പിച്ച എൻ്റെ ഭർത്താവിന് ഞാൻ നന്ദി പറഞ്ഞുകൊണ്ടിരുന്നു. അത് കഴിഞ്ഞപ്പോൾ പുള്ളി ഒരു ദിവസം എന്നോട് പറഞ്ഞു, നിനക്ക് വേറെന്തെല്ലാം ആഗ്രഹങ്ങളാണ് ഉള്ളത്? ഞാനല്ലാതെ മറ്റു പുരുഷന്മാരോട് നിനക്ക് താല്പര്യം തോന്നിയിട്ടുണ്ടോ എന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞു, ഞാനങ്ങനെ ചിന്തിച്ചിട്ടില്ല. നിങ്ങൾക്കാരോടെങ്കിലും താല്പര്യമുണ്ടോ? കഴിഞ്ഞ 5 വർഷത്തിനിടയ്ക്ക് നിങ്ങൾക്ക് ആരോടെങ്കിലും ബന്ധമുണ്ടായിട്ടുണ്ടോ എന്ന് ചോദിച്ചു. അപ്പോൾ ഹസ്ബൻഡ് പറഞ്ഞു, വീഡിയോ കണ്ട് എനിക്കൊത്തിരി താല്പര്യം തോന്നിയിട്ടുണ്ട്. പക്ഷേ ഞാൻ ഒന്നിനും മുതിർന്നിട്ടില്ല. അതിന് കാരണം എനിക്ക് നല്ല തൂവെള്ള നിറമുള്ള പെണ്ണുങ്ങളെ ഭയങ്കര ഇഷ്ടമാണ്. അത്തരമൊരു പെണ്ണിനെ ഞാൻ കണ്ടിട്ടേ ഇല്ല. അല്ലെങ്കിൽ നമ്മൾ സിനിമയിലൊക്കെ കാണില്ലേ, അല്ലെങ്കിൽ വീഡിയോയിൽ കാണില്ലേ, അതുപോലെ വെളുത്ത ഒരു സ്ത്രീയോട് എനിക്ക് നല്ല താല്പര്യമുണ്ട്. അതേത് സ്ത്രീ? ഇടേ അങ്ങനെയല്ല, നീ വിചാരിക്കുന്ന കാര്യങ്ങളല്ല ഞാൻ ഉദ്ദേശിക്കുന്നത്. അതായത് പൂർണ്ണമായും വെളുപ്പായിരിക്കണം. ഏത്? എനിക്ക് മനസ്സിലായി, മദാമ്മമാരാണ് നിങ്ങൾക്ക് താല്പര്യം. അതായത് ഇപ്പോൾ ഇവിടെയുള്ള പെണ്ണുങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ ദേഹമൊക്കെ വെളുപ്പാണെങ്കിലും പ്രയോഗമണ്ഡലം കറുപ്പായിരിക്കുമല്ലോ, അതല്ലേ നിങ്ങൾ ഉദ്ദേശിച്ചത്? അതേടി, ഇവിടെയുള്ള പെണ്ണുങ്ങൾ അങ്ങനെ വെളുപ്പുള്ളവരുണ്ടോ? എനിക്കങ്ങ് സംശയമാണ്. ഞാൻ കണ്ടിട്ടേ ഇല്ലെന്നും. ഞാൻ പറഞ്ഞു, എനിക്കും അറിയില്ല, ഞങ്ങളെ വീഡിയോ ഒന്നും അധികം കണ്ടിട്ടില്ല. ഇവിടെയുള്ള പെണ്ണുങ്ങൾക്കും കാണുമല്ലോ വെളുപ്പ്. ഞാൻ എന്നാളിൽ ഒരു വീഡിയോ കണ്ടിരുന്നു. പക്ഷേ അത് ഹിന്ദിക്കാരികളാണ്. ശരിക്കും മദാമ്മമാരെ പോലെ തന്നെയുണ്ട്. അവർ വെളുപ്പിക്കാൻ വേണ്ടി എന്തെങ്കിലുമൊക്കെ ചെയ്യുന്നുണ്ടോ ചേട്ടാ? ആണുങ്ങളാണെങ്കിലും ഓക്കെയാണ്, നല്ല വെളുപ്പാണ്. ഞാൻ ഓർത്തത് സായിപ്പന്മാർക്ക് വേണ്ടിയിട്ട് മാത്രമാണ് ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ദൈവം സൃഷ്ടിച്ചു കൊടുത്തിരിക്കുന്നതാണ്. നമുക്ക് ഇങ്ങനെ അടിമുടി വെളുപ്പുള്ളവർ ഇല്ല എന്നാണ് വിചാരിച്ചത്. പക്ഷേ അങ്ങനെയല്ല. ഇതൊക്കെ ശരിക്കും എന്തൊക്കെയോ ബ്യൂട്ടി പ്രക്രിയകൾ കൊണ്ട് ഉണ്ടാക്കിയെടുക്കാവുന്നതാണെന്ന് എനിക്കും തോന്നി. നീ എപ്പോൾ കണ്ടു? അത് ഞാൻ വീഡിയോ കണ്ടുകൊണ്ടിരുന്ന് കഴിഞ്ഞപ്പോഴേക്കും ഒരു ലിങ്ക് കയറി വന്നതാണ്. അത് പോയത് ഏതോ ഹിന്ദിക്കാരുടെ വീഡിയോയിലേക്കായിരുന്നു. ശരിക്കുമില്ലേ, നമ്മൾ സായിപ്പ് മാതാമ്മയുടെ വീഡിയോ കാണില്ലേ, അതുപോലെ തന്നെയായിരുന്നു അവിടുത്തെ പെണ്ണുങ്ങൾ. പക്ഷെ അവർ ഇന്ത്യൻ പെണ്ണുങ്ങളാണെന്ന് കണ്ടാൽ അറിയാം. അവർ എന്തൊക്കെയോ മേക്കപ്പ് ചെയ്തോ എന്തോ ബ്യൂട്ടി പാർലറൊക്കെ പോയി എല്ലാം നല്ല വെളുത്ത് ചുവന്ന് തുടുത്ത് ഒക്കെ ആക്കി വെച്ചിരിക്കുക ചേട്ടാ. അങ്ങനെയുള്ളവരും ഉണ്ട് കേട്ടോ. നീ മേടിക്കുക. എടി, ഞങ്ങളുടെ കൂട്ടത്തിലുള്ള ചില ആൾക്കാർ വലിയ പൈസ കൊടുത്തിട്ട് ചില പെണ്ണുങ്ങളെയൊക്കെ കാണാൻ പോകാറുണ്ട്. അതായത് ഹൈടെക് ടീംസ്. പക്ഷേ അവർക്ക് പണം കിട്ടിക്കഴിഞ്ഞാൽ ആരെയും സ്വീകരിക്കും. അത്തരം ചില പെണ്ണുങ്ങളുണ്ട്. അവർക്കും വെളുത്ത തുടുത്ത ഫീച്ചേഴ്സ് ഉണ്ടെന്ന് അവന്മാർ പറഞ്ഞു കേട്ടിട്ടുണ്ട്. എന്നിട്ട് നിങ്ങൾ ട്രൈ ചെയ്തില്ലേ? കൊച്ചു കളൻ പൊടി 50,000 രൂപയ്ക്കാണ് ചോദിക്കുന്നത്. അത് എവിടെ വെച്ച് കൊടുക്കാനാണ്? പിള്ളേരുടെ കല്യാണത്തിന് പണം സ്വരൂപിക്കുന്നോ, അതോ വെളുപ്പിനും തുടുപ്പിനും 50,000 രൂപ കൊടുക്കുന്നോ? അതൊന്നും നമുക്ക് നടക്കില്ല മോളെ. പക്ഷെ അങ്ങനെയുള്ള ആൾക്കാരുണ്ട്. അതും എനിക്കറിയാമെന്ന്
പറഞ്ഞു. ആ, നിങ്ങളല്ലേ പറഞ്ഞത് അങ്ങനെയൊന്നും ഇല്ലെന്ന്. എടി അറിയാം, എന്നാലൊരു കൺഫ്യൂഷൻ. അവന്മാർ പറഞ്ഞത് കറക്റ്റാണെന്നും അറിയില്ലല്ലോ, പിന്നെ നമ്മളതിൻ്റെ പുറകെ പോകുന്നില്ലല്ലോ. നിനക്കെന്തെങ്കിലും ആഗ്രഹമുണ്ടോ എന്ന് ഹസ്ബൻഡ് ചോദിച്ചപ്പോൾ ഞാൻ പറഞ്ഞു, എനിക്ക് അങ്ങനെയൊന്നുമില്ല, ഞാൻ ആലോചിച്ചിട്ടില്ല. എന്നാലും നിൻ്റെ വെറൈറ്റി മോഹം ഒന്ന് പറ. ഞാൻ പറഞ്ഞു, ഈ 6 പാക്ക് എന്നൊക്കെ പറയില്ലേ, ഇങ്ങനെ നെഞ്ചത്തൂന്ന് താഴെ വരെ മസിലുള്ള ചെക്കന്മാർ, ആ കയ്യിലൊക്കെ മസിലുള്ള അങ്ങനെയുള്ള ആരെങ്കിലും ഉണ്ടായിരുന്നെങ്കിൽ, അതും ചെറുപ്പക്കാർ വേണം, 30 വയസ്സിന് താഴെയുള്ള അങ്ങനെ ഒരാളുണ്ടായിരുന്നെങ്കിൽ എന്ന് ഞാൻ ആഗ്രഹിച്ചിട്ടുണ്ട്. കുതിരപ്പുറത്ത് വരുന്ന 6 പാക്കുള്ള ഒരു വീരൻ വന്ന് എൻ്റെ അടുത്ത് വാൾ ചുഴറ്റുന്നത് ഞാൻ സ്വപ്നം കണ്ടിട്ടുണ്ട്. ആഹാ, നീ മിടുക്കിയാണല്ലോ. എന്നെയല്ലേ നീ സ്വപ്നം കണ്ടത്? പിന്നെ നിങ്ങളെ സ്വപ്നം കാണാൻ, നിങ്ങൾ എന്നെപ്പോലെ സ്വപ്നം കാണുന്നില്ല. അപ്പോൾ എനിക്കും വേറെ സ്വപ്നങ്ങളൊക്കെ കാണരുതോ? കുത്തിയിരുന്ന് നിങ്ങൾ ഇഷ്ടംപോലെ വീഡിയോ കാണുന്നുണ്ടല്ലോ. ഞാനാണെങ്കിൽ അത് ജീവിതത്തിൽ 1-2 വട്ടം മാത്രമേ ശ്രദ്ധിച്ചിട്ടുള്ളൂ. നിങ്ങൾ അങ്ങനെയല്ല. അപ്പോൾ എനിക്ക് 6 പാക്കുള്ള ഒരു കുതിരക്കാരനെ സ്വപ്നം കണ്ടുകൂടെ എന്ന് ചോദിച്ചു. എന്നാലും നീ മിടുക്കിയാണ്, നീ ഇങ്ങനെ സിനിമാ നടന്മാരെയൊക്കെ കാണുമ്പോൾ ആലോചിക്കുന്നുണ്ടല്ലേന്ന്. ഞാൻ പറഞ്ഞു, ഇവിടെയുള്ളവരെ വളരെ കുറവാണ്. തമിഴ് സിനിമാ നടന്മാരും പിന്നെ ഹിന്ദിക്കാരൊക്കെ കാണുമ്പോൾ അത്തരം ദേഹസൗന്ദര്യത്തിൽ അവരൊത്തിരി പ്രാധാന്യം കൊടുക്കുന്നുണ്ടല്ലോ എന്നെനിക്ക് തോന്നാറുണ്ട് ചേട്ടാ എന്ന് പറഞ്ഞു. ചുരുക്കം പറഞ്ഞാൽ നിനക്കൊരു ആഗ്രഹമുണ്ട്, 6 പാക്കുള്ള 30-ന് താഴെയുള്ള ഒരു ചെക്കൻ വരണമെന്ന്. ആ, അങ്ങനെ വലിയ ആഗ്രഹമൊന്നുമല്ല, പക്ഷേ നിങ്ങൾക്ക് വലിയ ആഗ്രഹമുണ്ട്, വെളുത്ത് തൊടുത്തൊരു പെണ്ണ് വരണമെന്ന്. ശരിയല്ലേ? ശരിയാടി, നിൻ്റെ ആഗ്രഹത്തെക്കാൾ കൂടുതൽ എനിക്കങ്ങനെ ആഗ്രഹം പണ്ടേ മനസ്സിലുണ്ട്. പക്ഷേ അത് ഈ അടുത്ത കാലത്താണ് കൂടുതൽ ഇങ്ങനെ എൻ്റെ മനസ്സിലേക്ക് വന്നു തുടങ്ങിയത്. അതുകൊണ്ടായിരിക്കാം നമ്മൾ തമ്മിൽ ഒത്തിരി ഗ്യാപ്പ് വന്നത്. അല്ലെങ്കിലും ആവശ്യമില്ലാത്ത സ്വപ്നങ്ങളുടെ പുറകെ പോയി കഴിഞ്ഞാൽ മനുഷ്യർ തമ്മിൽ അകലും ചേട്ടാ. ഉള്ളത് കൊണ്ട് ഓണം പോലെ ചിന്തിക്കണം, അല്ലാതെ കിട്ടാത്ത വെള്ളയപ്പത്തിന് വേണ്ടി പുറകെ പോകരുത് എന്ന് ഞാൻ പറഞ്ഞു. അത് കേട്ടപ്പോൾ ഭർത്താവ് പറഞ്ഞു, എനിക്കിപ്പോൾ ഒരു ഐഡിയ തോന്നുന്നു. നിൻ്റെ ആഗ്രഹം സാധിച്ചു കഴിഞ്ഞു കഴിഞ്ഞാൽ എൻ്റെ ആഗ്രഹം സാധിക്കും. നിങ്ങളെന്താ ഉദ്ദേശിക്കുന്നത്? എടി, എന്തായാലും ഇപ്പോഴത്തെ ചെക്കന്മാർക്ക് ആൻറ്റിമാരെ നല്ല ഇഷ്ടമാണ്. അപ്പോൾ നിനക്ക് വേണ്ടി ഞാൻ ഈ പറഞ്ഞതുപോലെ ജിമ്മിൽ പോയ നല്ല സുന്ദര കുട്ടമ്മമാരെ കൊണ്ടുവന്ന് കഴിഞ്ഞ് കഴിഞ്ഞാൽ എൻ്റെ കാര്യങ്ങൾ നടക്കും. അതെന്താ, അവർ വെളുത്ത പെണ്ണായിട്ട് മാറുമോ എൻ്റെ അടുത്ത് വന്നു കഴിയുമ്പോഴേക്കും? അതല്ലടി, അവന്മാർ വന്നു കഴിഞ്ഞാൽ അതൊരു വരുമാന മാർഗമാക്കാമല്ലോ. അപ്പോൾ ആ വരുമാനം നമുക്ക് എക്സ്ട്രയാണ്. അങ്ങനെയാണെങ്കിൽ ഏതെങ്കിലും VIP ആയിട്ടുള്ളൊരു പെണ്ണിനെ എനിക്കും 50,000-ഓ 1,00,000 രൂപ കൊടുത്ത് എൻ്റെ ഒരു ഇഷ്ടത്തിന് ഒരു വട്ടം മതി, ആ ഒരു രീതിയിൽ അപ്രോച്ച് ചെയ്യാമല്ലോ എന്ന് പറഞ്ഞു. അത് കേട്ട് കഴിഞ്ഞപ്പോഴേക്കും ഞാൻ വാ പൊളിച്ചു പോയി. നിങ്ങൾ വല്ലാത്തൊരാൾ തന്നെ, എങ്ങനെയെങ്കിലും എന്നെ കെണിയിലാക്കി ആ പൈസ കൊണ്ട് നിങ്ങൾക്ക് നിങ്ങളുടെ സ്വപ്നം സാക്ഷാത്കരിക്കണമല്ലേ? അത് കൊള്ളാം, അതൊരിക്കലും നടക്കില്ല മോനെ. അപ്പോൾ ഹസ്ബൻഡിനോട് പറഞ്ഞു, നീ ഒന്ന് ആലോചിച്ച് നോക്ക്, നിനക്ക് ഒരു 6 പാക്കുള്ള ചെക്കനെയാണ് ഇഷ്ടം, പക്ഷേ 10 പേര് നിരനിരയായി വരുന്നു. അതിന് കൂട്ടത്തിൽ നിനക്ക് കിട്ടാൻ പോകുന്നത് ഇഷ്ടം പോലെ പണവും. അതിൽ നിന്ന് ഒരു 50,000 രൂപ ഞാനെടുത്ത് ഒന്ന് ട്രൈ ചെയ്യുന്നു, ഒരേ ഒരു വട്ടം, അത്രയേ ഉള്ളൂ. ബാക്കി നിനക്കല്ലേ ബോണസ്. പിന്നീട് ആളുകൾ ക്യൂ നിൽക്കുന്നത് നിൻ്റെ പുറകെയല്ലേ? അപ്പം നിങ്ങൾ എന്താ ഉദ്ദേശിക്കുന്നത്? എന്നെ ഈ ജോലിക്ക് ഇറക്കാമെന്നാണോ? എന്തായാലും വെറുതെ കിടക്കുന്ന പറമ്പാണ്, അവിടെ ആരെങ്കിലും ഒരു കൂടാരം കെട്ടി സർക്കസ് നടത്തി കഴിഞ്ഞാൽ എന്താടി പ്രശ്നം? ഒരു പ്രശ്നവുമില്ല. വെറുതെ 5 വർഷം നിൽക്കുകയായിരുന്നല്ലോ, ഇപ്പോഴാണെങ്കിൽ കുറച്ച് കടബാധ്യതകളൊക്കെ ഉണ്ട്. നിൻ്റെ എൻ്റെ ഇഷ്ടം നടക്കുകയും ചെയ്യും, എക്സ്ട്രാ ക്യാഷ് ഉണ്ടാക്കാനും പറ്റും. നിങ്ങൾ സീരിയസ് ആയിട്ടാണ് ഇത് പറഞ്ഞത്? അതെടി, സീരിയസ് ആയിട്ടാണ്. ഇപ്പം പിള്ളേരിവിടെ ഇല്ല, ഇവിടെ അടുത്തെങ്ങും അധികം വീടുകളുമില്ല. എൻ്റെ ഫ്രണ്ട്സ് ആരെങ്കിലും വരികയാണെന്ന് പറഞ്ഞ് ഇവിടെ കൊണ്ടുവന്നു കഴിഞ്ഞാൽ ഒരു കുഴപ്പവുമില്ല. പിന്നെ നിൻ്റെ ഇഷ്ടം അനുസരിച്ചിട്ട് മാത്രമേ ഇവിടെ ആളുകൾ വരികയുള്ളൂ. അതേപോലെ ഞാൻ ഒത്തിരി പണം ചിലവാക്കി അങ്ങനെ പോവുകയില്ല. എടി പ്ലീസ്, എനിക്കും VIP മോഹങ്ങളുണ്ട്. ആൾ കൊള്ളാമല്ലോ. നിങ്ങൾ VIP പെണ്ണുങ്ങളുടെ പുറകെ പോകാൻ നിങ്ങൾക്ക് നാണമില്ലേ? നിങ്ങളൊരു ഓട്ടോ ഡ്രൈവറാണ്. എടി, ഓട്ടോ ഡ്രൈവർ ആണെങ്കിലും അവരോടത് പറയുന്നില്ലല്ലോ. നമുക്ക് ചില ആൾക്കാരുണ്ട്, അതുവഴി പോകാമല്ലോ, അവർക്ക് പണം കിട്ടിയാൽ മതി. എടി, എൻ്റെ സ്വപ്നം നടക്കട്ടെ, നിൻ്റെ സ്വപ്നം നടക്കട്ടെ. ഇനിയിപ്പം നമ്മൾ എന്തിനാണ് വെറുതെ അങ്ങോട്ടും ഇങ്ങോട്ടും വഴക്കുണ്ടാക്കി ഇങ്ങനെ കഴിയുന്നത്? പിള്ളേർ സെറ്റിലായി, നമുക്കിനി രാജാവിനെ രാജ്ഞിയെ പോലെ ജീവിക്കാവിടെ മോളെ എന്ന ഭർത്താവ് പറഞ്ഞ് ഒന്ന് നുള്ളി, മുന്തിരി മുട്ടിൽ ഒന്ന് കിള്ളി ഞെരടി. അതോടുകൂടി ഞാൻ ഫ്ലാറ്റ് ഞാനങ്ങ് സമ്മതിച്ചു. റിസ്ക് ആകുമോയെന്ന് എനിക്ക് പേടിയുണ്ടായിരുന്നു, എങ്കിലും ഭർത്താവ് പറഞ്ഞപ്പോൾ കൂടെയുള്ളപ്പോൾ ഞാനങ്ങ് സമ്മതിച്ചു. പിന്നെ വീട്ടിൽ പിള്ളേരില്ല, അടുത്തെങ്ങും ആരുമില്ല ഇപ്പോൾ, അപ്പോൾ സേഫാണല്ലോ എന്ന് വിചാരിച്ചാണ് ഞാൻ മൂളിയത്. അപ്പോൾ ഹസ്ബൻഡ് എന്നോട് പറഞ്ഞു, മുഖമില്ലാതെ നിൻ്റെ നല്ല കുറേ പിക്ചേഴ്സ് എടുക്കണമെന്ന്. അങ്ങനെ പല രീതിയിൽ അദ്ദേഹം പറഞ്ഞതുപോലെ ഞാൻ
നിന്ന് കൊടുത്തു. നല്ല നല്ല ഫോട്ടോസ് മൊബൈലിൽ വന്നു. ഇത് വെച്ചാണ് മുഖം മാത്രം നമുക്കാരും കാണിക്കണ്ട, വേണമെങ്കിൽ വീഡിയോ കോൾ വിളിക്കട്ടെ, അപ്പം നമുക്ക് മാന്യമായ മുഖം കാണിക്കാം. അല്ലാതെ ഇത് വെച്ച് ഞാൻ സോഷ്യൽ മീഡിയ വഴി എല്ലാം ശരിയാക്കാം. ചെക്കന്മാരുടെ ഫോട്ടോ ഒക്കെ നിനക്ക് കൊണ്ടുവന്ന് കാണിക്കാമെന്ന് പറഞ്ഞു. അങ്ങനെ 5 ചെക്കന്മാരെ 3 ദിവസത്തിനുള്ളിൽ ഭർത്താവ് സോഷ്യൽ മീഡിയ വഴി പറഞ്ഞുറപ്പിച്ചു. എന്നിട്ട് എന്നോട് വന്ന് ചോദിച്ചു ഇതിലേത് ചെക്കനെയാണ് ഇഷ്ടമെന്ന്. എല്ലാം ഒന്നിനൊന്ന് മെച്ചം. അപ്പോൾ ഹസ്ബൻഡ് പറഞ്ഞു എങ്കിലൊരു കാര്യം ചെയ്യാം, നമുക്ക് ഓരോരുത്തരെയായി വിളിച്ച് ഒന്ന് വീഡിയോ കോളിൽ സംസാരിച്ച് ഫിക്സ് ചെയ്യാമെന്ന്. അങ്ങനെയാണ് രാത്രിയായപ്പോഴേക്കും മെസ്സഞ്ചറിൽ അവരെ വിളിച്ചത്. അങ്ങനെ ആദ്യത്തെ ആളെ കണ്ടു. നല്ല സൂപ്പർ ചെക്കൻ. അവൻ PGക്ക് പഠിച്ചുകൊണ്ടിരിക്കുകയാണ്. ബോഡി ബിൽഡിങ്ങിലൊക്കെ മത്സരിക്കുന്നുണ്ട്. അവൻ ആൻറ്റിമാരെയാണ് ഇഷ്ടം. പക്ഷേ നിർഭാഗ്യമെന്ന് പറയട്ടെ, ആ ചെക്കന് എന്നെ ഇഷ്ടപ്പെട്ടില്ല. എനിക്ക് അവൻ വിചാരിച്ച ഫീച്ചേഴ്സ് ഇല്ലത്രേ. ആദ്യത്തെ ഉദ്യമം തന്നെ പരാജയപ്പെട്ടപ്പോൾ എനിക്ക് വല്ലാത്ത വിഷമാണ് തോന്നിയത്. കഷ്ടമായിപ്പോയി, ഞാൻ എന്ത് ചെയ്യും, ഇനിയിപ്പോൾ ഒന്നും വർക്കൗട്ടാകില്ല എന്നാണ് തോന്നിയത്. ഹസ്ബൻഡ് ആശ്വസിപ്പിച്ചു. അതൊക്കെ അങ്ങനെയാണ്, എല്ലാവർക്കും എല്ലാവരും ഇഷ്ടപ്പെടണമെന്നില്ല, നീ അടുത്ത ആൾക്കാരെ അറ്റൻഡ് ചെയ്യുമെന്ന്. പക്ഷേ രണ്ടാമത്തെ ചെക്കൻ അവനെന്നെ ഒത്തിരി ഇഷ്ടമായി. ചേച്ചി രാഗം വായിക്കുന്നവളാണോ എന്നായിരുന്നു അവൻ്റെ പ്രധാന ചോദ്യം. ഞാൻ പറഞ്ഞു രാഗങ്ങൾ ഞാൻ ഒത്തിരി മീട്ടിട്ടുണ്ട്. ഹസ്ബൻഡ് എന്നെ നന്നായി എല്ലാ ഇനങ്ങളും പഠിപ്പിച്ചിട്ടുണ്ടെന്ന് പറഞ്ഞപ്പോൾ അവൻ പറഞ്ഞു അതാണ് എനിക്ക് കൂടുതൽ ഇഷ്ടമെന്ന്. ഞാൻ പറഞ്ഞു നീ വരൂന്ന്. അങ്ങനെ രണ്ടാമത്തെ ആളാണ് ആദ്യം വന്നത്. അതോടുകൂടി എൻ്റെ തലവര തെളിഞ്ഞെന്ന് പറയാം. കാരണം ആ ചിക്കൻ നല്ല പിടിപാടുള്ളൊരു പയ്യനാണ്. ഞാനാണെങ്കിൽ അന്ന് മറന്നുപോയി. ഞാൻ മനസ്സിൽ വിചാരിച്ച പോലെ ഒരാളെ കിട്ടിയല്ലോ എന്നോർത്ത് ഞാൻ കൂടുതൽ അലിഞ്ഞു തുള്ളി. പിന്നെ ചെക്കന് വേണ്ടതൊക്കെ ഞാൻ പ്രദാനം ചെയ്തു. അവൻ എന്നോട് ചോദിച്ചതിനേക്കാൾ കൂടുതൽ ഐറ്റംസ് ഞാൻ പുറത്തെടുത്തു. അവൻ പറഞ്ഞു ചേച്ചി ഇത്രയും പിടിക്കുകയാണെന്ന് ഞാൻ വിചാരിച്ചില്ലെന്ന്. ഞാൻ പറഞ്ഞു പാമ്പും പഴയതാ മോനെ നല്ലത് എന്ന് പറഞ്ഞ് ഞാൻ അവനെ തങ്കത്തേലിറ്റി. അവൻ എനിക്ക് 10,000 രൂപയാണ് ഓഫർ ചെയ്തത്. പക്ഷേ 15,000 രൂപ തന്നിട്ടാണ് ചിക്കൻ പോയത്. പിന്നീട് അവൻ്റെ കെയർ ഓഫിൽ തന്നെ എനിക്ക് വരിയായി ധാരാളം അവസരങ്ങൾ വന്നു മാഡം. എല്ലാത്തിലും 10,000 രൂപയിൽ കൂടുതൽ കിട്ടും. എൻ്റെ ഒരു മിടുക്കാണേ. ഭർത്താവ് അതോരോന്നായി സമ്പാദിക്കാൻ തുടങ്ങി. അങ്ങനെ 3 ലക്ഷം രൂപയായി കഴിഞ്ഞപ്പോഴാണ് അതിൽ നിന്നും ഞാൻ കുറച്ചെടുത്ത് എൻ്റെ ആഗ്രഹം തീരാൻ വേണ്ടി പോയിക്കോട്ടെ എന്ന് ചോദിച്ചത്. ഞാൻ എസ് മോളി, ഭർത്താവിൻ്റെ ഒരു ഫ്രണ്ടാണ് അതെല്ലാം കണക്ട് ചെയ്ത് കൊടുത്തത്. ഭർത്താവിന് ബിസിനസ് ആണെന്ന് പറയണമെന്നാണ് പറഞ്ഞത്. ഓട്ടോ ഡ്രൈവറാണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത്തരം സ്ത്രീകൾക്ക് ഇഷ്ടമല്ല പോലും. അങ്ങനെ ഒരു 28കാരിയുടെ ഫോട്ടോയും മറ്റ് ഡീറ്റെയിൽസുമാണ് കിട്ടിയത്. നമ്മൾ പടത്തിലൊക്കെ കാണുന്നത് പോലെ വീഡിയോയിലൊക്കെ കാണുന്നത് പോലെ എല്ലാം പെർഫെക്റ്റാണ്. ഇതൊക്കെ വെച്ചുകെട്ട് വല്ലതാണോ എൻ്റെ പൊന്നേട്ടാ? പറയാൻ പറ്റില്ല. ഇതെല്ലാം ഫിൽറ്ററൊക്കെ ഇട്ട് വെളുപ്പിക്കുന്നതാണോ എന്ന് ചോദിച്ചു കഴിഞ്ഞപ്പോഴേക്കും പുള്ളി പറഞ്ഞു അങ്ങനെയാണെന്നുണ്ടെങ്കിൽ നമ്മളെ പറ്റിക്കുകയല്ലേ, നമ്മുടെ കാര്യങ്ങളൊക്കെ നമ്മൾ പറഞ്ഞിട്ടുള്ളതല്ലേ, അങ്ങനെയല്ലെന്നാണ് അവൻ പറഞ്ഞത്. കാര്യം അവൻ തന്നെ പല ആളുകളുമായിട്ടും കണക്റ്റ് ഉണ്ടായിട്ടുണ്ട്. അപ്പോൾ ഇത് ജെന്യൂനാണ്, നമ്മൾ 50,000 രൂപ കൊടുക്കണം എന്ന് മാത്രമേ ഉള്ളൂ. പിന്നെ റിസോർട്ടിൻ്റെ ഒരു 5,000 രൂപയും. അയ്യോ റിസോർട്ടോ, അതെവിടെ ചേട്ടാ, ഞാനും വരട്ടെ, അത് കൊള്ളാം, എൻ്റെ കാര്യത്തിന് പോകുമ്പോൾ നീ എന്തിനാണ് വരുന്നത് എന്ന് പറഞ്ഞ് ഭർത്താവ് എന്നെ ചാടിച്ചു. അങ്ങനെ 10,60,000 രൂപ മുടക്കിയിട്ടാണ് ഈ കാര്യങ്ങളൊക്കെ നടന്നത്. ഭർത്താവിൻ്റെ ഇഷ്ടം നടന്നത് എന്ന് പറഞ്ഞാൽ മാഡം വിശ്വസിക്കുമെന്നറിയില്ല. പക്ഷേ സത്യമായും അങ്ങനെ അത്രയും പണം ചിലവാക്കിയിട്ടാണ് ആ കാര്യം ഓക്കെ ആയത്. ഭർത്താവ് സന്തോഷവാനായിരുന്നു, ഒരു പ്രശ്നവുമില്ല. പ്രതീക്ഷിച്ചതുപോലെയുള്ള സംഭവങ്ങളാണ് അരങ്ങേറിയെന്ന് പറഞ്ഞ് ഭർത്താവ് ഫോട്ടോയും വീഡിയോയും ഒക്കെ കാണിച്ചു. മാഡം കറക്റ്റാണ്, അതിൽ ഫിൽറ്ററൊന്നുമില്ല. ഭർത്താവിൻ്റെ ആഗ്രഹം നടന്നു, എൻ്റെ ആഗ്രഹവും നടന്നു. അപ്പോൾ ഇവിടെ എന്താ പ്രശ്നമെന്ന് മാഡം ചോദിക്കും. പ്രശ്നം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഭർത്താവിന് പിന്നെയും അത്തരം കാര്യങ്ങൾക്ക് പോകാൻ വലിയ താല്പര്യമാണ്. പക്ഷേ പലരും ചോദിക്കുന്നത് 50,000-ന് മുകളിലുള്ള തുകയാണ്. അതുകൊണ്ട് എനിക്കിപ്പോൾ ഓവർ പണിയാണ്. ഹസ്ബൻഡ് പല സ്ഥലത്തു നിന്നും ഞാൻ പറഞ്ഞ രീതിയിലുള്ള പയ്യന്മാരെ കണ്ടെത്തുന്നു. 1, 2, 3 ഒന്നുമല്ല, ഈ സമൂഹത്തിൽ ലക്ഷക്കണക്കിന് ആൾക്കാരുണ്ടല്ലോ മാഡം. അപ്പോൾ അതുകൊണ്ട് ഇങ്ങനെയൊരു കാര്യം തിരഞ്ഞാൽ കിട്ടാൻ യാതൊരു പാടുമില്ല. പിന്നെ 10,000 രൂപ എന്നൊക്കെ പറഞ്ഞത് ഇപ്പോഴത്തെ ആളുകൾക്ക് വലിയ തുകയൊന്നുമല്ല.
അങ്ങനെ ഭർത്താവിൻ്റെ കാര്യങ്ങൾ സാധിക്കാൻ വേണ്ടിയിട്ട് എന്നെ കരുവാക്കുന്ന ഒരു രീതിയിലേക്ക് വന്നിരിക്കുകയാണ്. ഇഷ്ടം പോലെ കാര്യം, ഒരു റെസ്റ്റുമില്ലാതെ ഇപ്പോൾ എനിക്ക് ആളുകളെ സ്വീകരിക്കേണ്ടി വരുന്നു. അതുമാത്രമല്ല, ഇപ്പോൾ യാത്രകളും മറ്റും ചെയ്തിട്ടുണ്ട്. എൻ്റെ മക്കൾ വിളിക്കുമ്പോൾ ഞാൻ പലപ്പോഴും യാത്രയിലായിരിക്കും. അമ്മ എവിടെയാണെന്ന് ചോദിക്കുമ്പോൾ ഞാൻ പലപ്പോഴും പല ആവശ്യങ്ങൾക്കും പോവുകയാണ്, ജോലിക്ക് പോകാൻ തുടങ്ങുന്നു എന്നൊക്കെ കള്ളത്തരം പറഞ്ഞ് മുന്നോട്ട് പോവുകയാണ് മാഡം. ഹസ്ബൻഡ് ചിലപ്പോഴൊക്കെ നന്നായി സമ്പാദിക്കാൻ എന്നെ അനുവദിക്കും, ചിലപ്പോൾ ഉള്ളതോടെ കൊണ്ടുപോയി മറ്റുള്ളവർക്ക് കൊടുത്ത് തീർക്കുകയും ചെയ്യും. ചുരുക്കം പറഞ്ഞാൽ അദ്ദേഹത്തിൻ്റെ സന്തോഷത്തിന് വേണ്ടി ഞാനിപ്പോൾ ഓവർ അധ്വാനിച്ച് പൈസ ഒന്നും ഇല്ലാത്ത സ്ഥിതിയിലാണ്. ഇതെങ്ങനെ മാനേജ് ചെയ്യാം മാഡം? പണവും രസവും അത് മനുഷ്യന് ഒരു കാലത്തും നിരസിക്കാൻ പറ്റില്ല. അതിന്മേലുള്ള ആശയും കുറയില്ല. അതാണ് ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നത്. എനിക്ക് നിങ്ങളോട് പറയാനുള്ളത്, പണം കൈകാര്യം ചെയ്യുമ്പോൾ അത് സൂക്ഷിച്ച് കൈകാര്യം ചെയ്തില്ലെങ്കിൽ വന്നതുപോലെ പോകും. ഏതെങ്കിലും ഒരു കാര്യത്തോട് അമിതമായ താല്പര്യം ഉണ്ടെങ്കിലേ അതിൻ്റെ പുറകെ പണവും പോകും, ജീവിതവും പോകും. അതുകൊണ്ട് ഈ ഒരു കാര്യം നിർത്തിയിട്ട് നിങ്ങൾക്ക് ജീവിക്കാൻ പറ്റുമെന്ന് എനിക്കറിയില്ല. അതാണ് ഏറ്റവും നല്ലത്. ഇനി അങ്ങനെ പറ്റിയില്ലെന്നുണ്ടെങ്കിൽ നിങ്ങൾ ആദ്യം മനസ്സിലാക്കേണ്ടത്, നിങ്ങളുടെ ഭർത്താവിനാണെങ്കിലും നിങ്ങൾക്കാണെങ്കിലും ഇതൊരു ലഹരി പോലെ ബാധിച്ചു കഴിഞ്ഞാൽ നമ്മളതിന് അഡിക്റ്റ് ആകും. അപ്പോൾ പണം എന്നുള്ള കാര്യം സമ്പാദിക്കാൻ വേണ്ടിയിട്ട് ഒരിക്കലും ചിന്തിക്കില്ല. നിങ്ങൾക്ക് ഇങ്ങോട്ട് പണം കിട്ടുന്നു, നിങ്ങളുടെ പണം അയാൾ കൊണ്ട് ചിലവഴിക്കുന്നു. അപ്പോൾ പിന്നെന്താ, വരുന്നതും പോകുന്നതും ഒരുപോലെയാണ്. ആ പരിപാടി നടക്കില്ലെന്ന് സ്ട്രിക്റ്റായിട്ട് പറയുക. നിങ്ങളുടെ ഇഷ്ടം, ഓക്കെ, ഞാനതിന് ആദ്യം സമ്മതിച്ചു. ഇതെല്ലാം ഒരു കരാർ അടിസ്ഥാനത്തിലാണല്ലോ ഉടായ്പകളൊക്കെ പോകുന്നത്. അപ്പോൾ ആ കരാറിൽ വ്യക്തമായ ഒരു സ്ട്രിക്ട്നെസ് വേണം. എങ്കിൽ മാത്രമേ പണമാണെങ്കിലും കയ്യിരിക്കുകയുള്ളൂ, അല്ലെങ്കിൽ നമ്മളുടെ മാനമാണെങ്കിലും കയ്യിരിക്കുകയുള്ളൂ. അല്ലെങ്കിൽ രണ്ടും കൈവിട്ട് പോകും. അതുകൊണ്ട് ഭർത്താവിനോട് പറയുക, ഇതിൽ നിയന്ത്രണം ആവശ്യമാണ്. നിങ്ങൾ നിങ്ങളുടെ ഈ ഒരു ഉടായ്പിൻ്റെ പാറ്റേൺ റീഅറേഞ്ച് ചെയ്തിട്ട് വരും. കാര്യം ഭർത്താവ് പറഞ്ഞതുപോലെ നിങ്ങൾ ഇങ്ങനെ രാപ്പകൽ പണിയെടുത്ത് അവസാനം വയ്യാതായി എവിടെയെങ്കിലും ആകും. ഏതെങ്കിലും രോഗം പിടിച്ചു കഴിഞ്ഞാൽ ഇങ്ങനെ നിങ്ങളെ നോക്കുമോ? അറിയില്ല. കാര്യം ഇത്രയും നാൾ സ്നേഹം ഉണ്ടായിരുന്ന ഭർത്താവ് ഇതേപോലെ ഉടായ്പ ഇറങ്ങി കഴിഞ്ഞപ്പോഴേക്കും അങ്ങയുടെ സ്വഭാവം തന്നെ മാറിപ്പോയി. ശ്രദ്ധിക്കുക, രണ്ടുപേരും ആലോചിച്ച് പെരുമാറുക. പണം സമ്പാദിക്കണമെന്നുണ്ടെങ്കിൽ അതിനുവേണ്ടി നിങ്ങൾ പ്രത്യേകമായിട്ട് നിങ്ങൾക്ക് വേണ്ടി നിങ്ങൾ സ്വരുക്കൂട്ടേണ്ടി വരും. എല്ലാം ഭർത്താവിന് കൊടുക്കരുത്. അവസാനം ആരും കാണില്ല. നാണവും മാനവും ഒക്കെ പോയി, കുട്ടികൾ മറിഞ്ഞ്, നാട്ടുകാർ മറിഞ്ഞ്, അവസാനം രോഗവും പിടിച്ച് ദാരിദ്ര്യവും ദുരിതവും ആകാതെ നിങ്ങളിപ്പോൾ തന്നെ പ്ലാൻ ചെയ്ത് മുന്നോട്ട് പോകുക. അല്ലെങ്കിൽ ഇതിൽ നിന്ന് പിന്മാറി നല്ലവരായി ജീവിക്കുക. അപ്പോൾ നിങ്ങളുടെ കയ്യിലാണ് ഇതിൻ്റെ എല്ലാം താക്കോലിരിക്കുന്നത്. ഭർത്താവ് നിങ്ങളെ നിർബന്ധിക്കുകയാണെങ്കിൽ, നിങ്ങൾക്ക് വയ്യാന്നുണ്ടെങ്കിൽ നോ പറയണം. നോ പറയേണ്ടിടത്ത് നോ പറഞ്ഞില്ലെങ്കിൽ വലിയ പ്രശ്നങ്ങളുണ്ടാകും. ഇതിപ്പോൾ നിങ്ങളെ പറഞ്ഞു പഠിപ്പിക്കേണ്ട കാര്യമൊന്നുമില്ല. ശ്രദ്ധിച്ച് മുന്നോട്ട് പോയി കഴിഞ്ഞാൽ നിങ്ങൾക്ക് ജീവിക്കാം. അത്രയേ ഉള്ളൂ.